ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 7:21 ആയിട്ടുള്ളൂ. നമുക്ക് ഇന്നൊരു ഷൂട്ടാണുള്ളത്. ഏതൊരു ടെക്സ്റ്റൈൽസിൻ്റെ ഷൂട്ടാണ് നമ്മുടെ ലേമറിയിൽ വെച്ചിട്ട് എറണാകുളത്ത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. 8 മണിക്കാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഇന്നൊരു 4 ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. നാളെ ഒരു 8 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഡ്രസ്സിൻ്റെ ആടിന് പോണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഹേമന്ത് ബ്രോയുടെ വർക്ക് ചെയ്തിരുന്നു, ഒരു ഓണം ഷൂട്ട്. അപ്പോൾ പുള്ളി ആണ് എന്നെ ഇതിനകത്തേക്ക് വിളിച്ചത്. അപ്പോൾ ആളുടെ മേക്കപ്പ് ഇഷ്ടമായിട്ട് ആളിപ്പോൾ എന്നെ ഇതിലവർക്ക് വേണ്ടി എന്നെ സജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ അവർ കമ്പനി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ഈ വർക്ക് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഞാൻ അത്തരത്തിലുള്ളൊരു ഷൂട്ട് കാര്യങ്ങൾ ചെയ്തല്ല. ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യില്ല. മെജോറിറ്റിയും ബ്രൈഡ് ഗ്രൂം അങ്ങനെ ആ സൈഡിലേക്കാണ് പോണത്. ഇതിപ്പോൾ കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ എത്തി, കളമശ്ശേരിയിൽ പുതുതായിട്ട് പണിയണ പള്ളിക്ക. റോഡൊക്കെ ഇപ്പോൾ തിരക്ക് കാര്യങ്ങൾ വലുത് കാര്യമായിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി മൂവ് ചെയ്തെത്തൽ ഇച്ചിരി ടാസ്ക്കാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വാപ്പ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് കാണാം. രാവിലെ അത്യാവശ്യം ചെറിയ രീതിയിൽ ചാറ്റൽ മഴ കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും വണ്ടി കഴുകിയിട്ടില്ല, അപ്പം അങ്ങനെയെങ്കിലും ഒന്ന് നനയട്ടെ. ഇപ്പോൾ നമ്മൾ എടപ്പള്ളി എത്തി. എടപ്പള്ളിയിൽ നിന്ന് നമുക്കിനി പോകേണ്ടത് വൈറ്റില ഭാഗത്തോട്ടാണ്, ലേമറിഡിയിലോട്ട്. ഇന്ന് നമ്മൾ എടുക്കണ വ്ളോഗ് എന്തായാലും നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ആടൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുള്ള അപ്പോഴേ പെർമിഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഓണത്തിന് മുന്നേ എന്തായാലും അവരുടെ ആട് വരും. കാരണം ബിക്കോസ് അവരുടെ ഡ്രസ്സൊക്കെ സെയിലാവണമല്ലോ. പക്ഷെ ഇവർ നല്ല ലേറ്റായി ഷൂട്ട് എടുക്കാനായിട്ട്. ബിക്കോസ് ഇന്ന് തന്നെ ഇപ്പോൾ ഓഗസ്റ്റ് 11, 12 തൊട്ടെയാണ്, 11 അപ്പോൾ 11 എന്ന് പറയുമ്പോൾ തന്നെ ഓണാവാറായല്ലോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓണമൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു തരാം. പണ്ടൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കില്ലാണ്ട് എത്താം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അത് നടക്കില്ല. എൻ്റെ ട്രാവലിംഗ് ഓൾമോസ്റ്റ് വെളുപ്പിനാണല്ലോ. മേക്കപ്പ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ രാവിലെ തന്നെ പോകണം. നല്ല വെളുപ്പിനല്ലോ, ഒരു മണി, 2 മണി, 3 മണി, 4 മണി, ഏത് സമയം എടുത്തോട്ടെ, എപ്പോൾ പോയാലും റോട്ടിൽ നല്ല തിരക്കായിരിക്കും. നമ്മൾ ഒരു ഉച്ചക്കൊക്കെ പോണ പോലെയാണ് ഇപ്പോൾ. ഉച്ചന്നല്ല, ഒരു പീക്ക് ടൈമിൽ ഒരു 9 മണി, വൈകിട്ട് 5 to 6 ആ സമയത്തൊക്കെ പോണ അതേ തിരക്ക് നമുക്ക് ഇപ്പോഴും വെളുപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് റോഡിൽ. സോ ഇപ്പോൾ അങ്ങനെ പോകല്ലോ. ഇപ്പം തന്നെ രാവിലെ 7 മണി, 7:15 റോഡിൽ വണ്ടികൾ മാത്രമേ ഉള്ളൂ, ഫുൾ വണ്ടികൾ. നമുക്ക് ഒരു പെട്ടെന്ന് എത്തുക എന്നുള്ളതൊക്കെ ഉള്ള ആൾക്കാർക്ക് നേരത്തെ തന്നെ ഇറങ്ങിപ്പോയാലേ പറ്റുള്ളൂ. ഓടിപ്പിടിക്കലൊന്നും അത്ര പോസിബിൾ അല്ല. മാക്സിമം നമുക്ക് എത്ര ചോട്ടിപ്പിടിച്ചാലും ഒരു അരമണിക്കൂറൊക്കെ നമുക്കൊന്ന് സേവ് ആക്കാം എന്ന് മാത്രമേ പറ്റുള്ളൂ. ഇത് കൂടുതൽ നമുക്ക് കിട്ടത്തില്ല. ഇങ്ങനെ നമ്മൾ ക്രൗൺ പ്ലാസ എത്തി. ഇവിടുന്ന് ഒരു ടേണിങ് മാത്രമേ ഉള്ളൂ നമ്മുടെ ലേമറിഡിയനിലോട്ട്. ഇവിടെയൊക്കെ നമ്മൾ ലേമറിഡിയൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. എൻട്രി ഇവിടെ ആയിരുന്നല്ലോ, എൻട്രി ഇപ്പുറത്തായി. ഇപ്പോൾ എൻട്രിയിലവിടെ വണ്ടിയൊക്കെ ചെക്കൊക്കെ ചെയ്തിട്ടാണ് അകത്തേക്ക് വിട്ടത്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, കാരണം അത്യാവശ്യം VIP വരുന്ന പ്ലേസ് ആണല്ലോ. സോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചാലോ.
നമ്മളിപ്പോൾ പാർക്കിങ് എവിടെ പാർക്ക് ചെയ്യണം എന്ന് തപ്പനാണ്. ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഏത് സൈഡ് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താം. അല്ലെങ്കിൽ നമ്മൾ ലഗേജ് ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും. ഒരു പോർഷ കിടക്കേണ്ട ഇവിടെ. അപ്പുറത്തെന്തോ സ്റ്റാഫുകൾക്കുള്ള ക്ലാസ് കൊടുക്കാൻ തോന്നുന്നു. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടെന്ന് നമ്മുടെ സ്റ്റാഫായിട്ട്. കുറേ ആളുകൾ പോകുന്നുണ്ട് അകത്തോട്ട്. അവിടെ ഓൾറെഡി ഇത് നടക്കണമുണ്ട്. ഞാനിവിടെ ലൊക്കേഷനിൽ എത്തി. ഇവിടെ ഇപ്പോൾ ഇനി ഹേമന്ത് എന്ന് വെച്ചപ്പോൾ ആള് രാവിലെ ഒരു 8:15 എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 7:52 ഇവിടെ ആൾക്കാരും വന്നില്ല എന്ന് തോന്നുന്നു. 8 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തായാലും ആർട്ടിസ്റ്റുകളാരും എത്തിയിട്ടില്ല. ഷൂട്ട് ഏത് സൈഡിലാണ് നടക്കണേന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വഴിയിലായിരിക്കും. ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കാമെന്ന് കരുതി. ഇവിടെ മറ്റേ ഫങ്ഷൻസ് നടക്കുന്ന ഓഡിറ്റോറിയം ആ സൈഡിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. വീട്ടിൽ നിന്ന് ചായ പിടിച്ചിട്ട് ഇറങ്ങിയോണ്ട് വിശക്കണമെന്നില്ല, എന്നാലും ചെറുതായിട്ട് വിശക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് വെറുതെ ഇറങ്ങി ഒന്ന് നടക്കാമെന്ന് കരുതി. ഇപ്പോൾ അവരെത്തിയിട്ടില്ല. ഹേമന്ത് വെച്ചപ്പോൾ ആള് ഒരു 8:15 എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും എത്തിയിട്ടില്ല. ഇവിടെ ഒരു ക്യാരവാനൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ മോഹൻലാലിന് റൂമുണ്ട് എന്ന് ഇടയ്ക്ക് കാർത്തിക് സൂര്യ, അതാണ് ക്രൗൺ പ്ലാസ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ നിന്നിട്ട് കാർത്തിക് സൂര്യ ബാഗ് കൊടുക്കണ കാണാറുണ്ട്. വിൻഡോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ക്യാരവാനും കിടക്കുന്നുണ്ട് അറ്റത്ത്. ആരുടെയെന്ന് അറിയില്ല. അപ്പോൾ അവർ വരുമ്പോൾ 8 മണിയാകും. 8:30 ഷൂട്ട് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണത്. പക്ഷേ ഇതുവരെയും ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവരെത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഹെംബ്രോന് 8:15 എത്തുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ആ ടൈം ആവുമായിരിക്കും. ആരും നേരത്തെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കലൊന്നും ഉണ്ടാവില്ലല്ലോ. മറ്റേ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരും അവരുണ്ടാവേണ്ടതാണ്. ബിക്കോസ് അവർക്ക് ഓൾറെഡി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണമല്ലോ. കാരണം അവർ വരുമ്പോൾ തന്നെ അവരെ ഡിലേ ആക്കാണ്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ട് വിടാനുള്ള അല്ലേ. നോക്കട്ടെ. ഇതാണ് മറ്റേ വെഡ്ഡിങ് ഒക്കെ നടക്കുന്ന ഇത് ഓഡിറ്റോറിയം. മറ്റ് ഭയങ്കര വൈഡായിപ്പോയി എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ക്യാരവാൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോയിട്ട് ഞാൻ ആരുടെയാണെന്നുള്ളത് നിങ്ങൾ പറയണം, എനിക്കറിഞ്ഞൂടാ. ഇത് മമ്മൂട്ടിയുടെ ക്യാരവാനല്ലേ 369? ഇത് മമ്മൂട്ടി കൊടുത്ത ക്യാരവാനാണോ അതോ മമ്മൂട്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാരവാനാണെന്ന് അറിയില്ല. എന്തായാലും 369 ആണ്. എവിടെ ആരോ ഉണ്ട്, മീൻസ് അത് ടേക്ക് കെയർ ചെയ്യുന്ന ആരോ അവിടെ ഉണ്ട്. ടാക്സി വണ്ടികളൊക്കെ ഇടുന്നതും ഒരു വാഷിങ് ചെയ്യണതൊക്കെ ഈ ഏരിയ വെച്ചിട്ടാണ്. അതാണ് ഈ പാർക്കിങ്. അപ്പുറത്തെ സൈഡിൽ വേറെ പാർക്കിംഗ് ഉണ്ട് അവിടെയായിട്ട്. ആ പാർക്കിങ്ങിലാണ് ഇവിടുത്തെ ഗസ്റ്റുകളും അല്ലാത്ത ആൾക്കാരൊക്കെ വണ്ടി ഇടുന്നത്. മമ്മൂട്ടിക്കൊക്കെ ടാക്സി പാർക്കിങ് ഓർത്തിരിക്കുന്നത്. ഇതാ കിടക്കുന്നു എൻ്റെ കാർ. നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്പർ ഇനി ഒരു 1 വീക്കും കൂടിയും എടുക്കും. അത് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നല്ല പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്, നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്നെ. അപ്പോൾ അത് ഒരു ആഴ്ചയായിട്ടും പിടിക്കുമെന്നാണ് പറഞ്ഞത്. വലിയ ഫാൻസി നമ്പറൊന്നും അല്ല. ഫാൻസി നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ഡിലേ വരും. പക്ഷെ എനിക്ക് അതിന് മുന്നേ കുറച്ച് ലോങ് ഓട്ടങ്ങളുണ്ട്. സോ നമ്പർ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത വണ്ടിക്ക് നോക്കാം അടുത്ത ഫാൻസി നമ്പർ. ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഫോർസ് എടുക്കുന്നുണ്ട്. ആരുടെയും അറിയില്ല. നമ്മൾ ഇതിൻ്റെ വെസ്റ്റ് ബ്ലോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഗേജ് കാര്യങ്ങളും ലേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തോ ജെട്ടി ഇവിടുന്ന് വഞ്ചിയിൽ കയറി അപ്പുറത്തേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ചെറിയൊരു മഴ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നല്ല രീതിയിൽ മഴയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വേണം
അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്തെ സൈഡിലാണ് ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ പോയിട്ട് നോക്കാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അത് കാണുന്നതാണെന്ന് തോന്നുന്നു. ആ വൈറ്റ് മതിലാണെന്ന് തോന്നുന്നു വെസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ബോട്ടുണ്ട്, ആ ബോട്ടിലോട്ട് കയറാനായിട്ട് പോകുന്നത്. ഇതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ട് ലേ മെറിഡിയൻ. ഔട്ട്ഡോർ ഷൂട്ടാണെന്നുണ്ടെങ്കിൽ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് പറഞ്ഞ് അപ്പുറത്ത് ലേ മെറിഡിയൻ്റെ സൈഡ്. ഹേമന്തറൊക്കെ അപ്പുറത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പുറത്ത് സൈഡിലെത്തി. അവിടെയാണ് ലേ മെറിഡിയൻ്റെ ഒരു പോർഷൻ. ഇത് വെസ്റ്റ് സൈഡാണ്. ഇത് ഓൾറെഡി ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മഴയുടെ ഒരു അന്തരീക്ഷമുണ്ട്. അങ്ങനെ പെയ്ത് തീരുന്ന മഴയല്ല, പയ്യെ പയ്യെ ഇങ്ങനെ നിൽക്കുക. ഒറ്റയടിക്കാണ് പെയ്ത് തീരുന്ന ഒരു മഴയല്ല. കാരണം അത്ര പേർക്ക് ക്ലൈമറ്റ് ചേഞ്ചസ് ഇല്ല. അവിടെയാണ് ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത്. അവിടെ പൂക്കളൊക്കെ ഇരിക്കുന്നത്. പൂക്കളം ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ കൈലാഷ് ബ്രോനെയാണ്. ഓക്കെ, അപ്പോൾ ഷൂട്ടിൻ്റെ വിഷ്വൽസ് നമുക്ക് പിന്നെ കാണാം. ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. അവിടെ ആർട്ടിസ്റ്റുകൾ 3 പേരാണ് ഉള്ളത്. കൈലാഷ് ബ്രോയും പിന്നെ ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അവിടെയൊക്കെ ആക്ടേഴ്സ് എന്താ പറയുക, ഹേമന്ത് ബ്രോയും ശ്രീകാന്ത് ബ്രോയൊക്കെ അവിടെയുണ്ട്. കൈലാഷ് ബ്രോയുടെയൊക്കെ ഷൂട്ടിങ് ഇവിടെ നടക്കുന്നുണ്ടോ അവർ. അപ്പോൾ അറ്റേ ടൈം പടപടയെന്ന് ഷൂട്ടിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡിങ് ടൈമായി. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കണം. നമ്മുടെ അപ്പുറത്തെ സൈഡാണ് വരുന്നത് ലേ മെറിഡിയൻ. അവരുടെ തന്നെ ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വന്നിട്ട് ഐ തിങ്ക് ഇത് ഇന്നാണ് ഇതിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നാം. റൂമൊക്കെ നമുക്ക് ഫസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തത്. കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു വാക്കിംഗ് പോസ്റ്റേഴ്സ് എടുക്കാനായിട്ട് ഉള്ള പരിപാടീസാണ്. പിന്നെ ഇവിടെ പ്രൊഡക്ഷൻ്റെ ഫുഡ് ബിരിയാണിയാണ്. ഇനി നമുക്ക് ഒരു ഹോട്ടൽ എന്താ പറയുക, ഹോം ടൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് ലേ മെറിഡിയൻ്റെ ഹോട്ടൽ ടൂർ നടത്താം. റിസോർട്ട് ടൂർ. ഇതാണ് അതിൻ്റെ എൻട്രി വരുന്നത്. പുതിയ ബിൽഡിംഗ് ഉണ്ട്. പുതിയ ബിൽഡിംഗാണ്. ഇവിടെ പൂളൊക്കെ ഉണ്ട്. പ്രോപ്പർട്ടി ഏറ്റവും പൂള് വരുന്നത്. ഇത് പൂളല്ല, ഇത് തൊട്ടപ്പുറത്തെ കായലാണ്. അവിടെ നിന്ന് വെള്ളം കയറി വരുന്നതാണ്. ഇവിടെ ഇങ്ങനെ നടക്കാം. ഒരുപാട് വ്യൂസ് ഉണ്ട് പല ഡയറക്ഷനിലോട്ട്. അതാണ് പൂള് വരുന്നത്. ഇത് കുട്ടികൾക്കുള്ള കുട്ടിപ്പൂള്. ഇത് വലിയ പൂള്. അവിടെയൊക്കെ ഒരു ഔട്ട്ഡോർ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. ഈ റിസോർട്ടിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് വെയിലുമില്ല, മരങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റുമുണ്ട്. നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പേസാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ ചെറിയൊരു മണ്ഡപം പോലെ ഉള്ളൊരു സ്പേസ്. ഇതാണ്ടോ നമ്മുടെ ഹൈവേ. ഇവിടുന്ന് ഇങ്ങോട്ട് ആലപ്പുഴക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എറണാകുളം ഡയറക്ഷനിലേക്കുള്ള ഫ്ലൈ ഓവർ. തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടിയാണ് മെറിഡിയൻ്റെ. ഇവിടുന്ന് ഫുൾ അങ്ങോട്ട് മെറിഡിയൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ
കൈലാഷ് ബ്രോയും ഇവിടെ ക്യാമറ ടീമുകൾ നിരന്ന് നിൽക്കുന്നു. ഇവിടെ അഭിനയം തകർക്കുന്നു. കൈലാഷ് ബ്രോയും ഉണ്ട്, ഹേമന്ത് ബ്രോയും ഉണ്ട്, ശ്രീറാം ബ്രോയും ഉണ്ട്. 3 പേരും കൂടിയാണ്, 3 പേരുടെ കോമ്പിനേഷൻ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇവിടെ തൊട്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ അടുത്ത ലൊക്കേഷൻ ഇട്ടിട്ടുള്ള ആർട്ടുകാർ ഡിസൈൻ ചെയ്യുന്നു. കൈലാസ് ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു മേക്കപ്പ്? നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് രീതിയിലുള്ള മേക്കപ്പുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞാനായിട്ടുള്ള എക്സ്പീരിയൻസ്, എൻ്റെ മേക്കപ്പ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്? ഇതിന്റെ ബേസിക് അവൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പറയണം, ഇത് ഫാന്റാസ്റ്റിക് മേക്കപ്പ്. ഫാന്റാസ്റ്റിക് ആണ് ഉള്ളി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നിയില്ലേ ഞാൻ നന്നായിട്ടിരിക്കുകയാണെന്ന്? അപ്പോൾ ഞാൻ രാവിലെ മുതൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി, ഇത്രയും സമയമായിട്ട് രാവിലെ ചെയ്ത മേക്കപ്പ് വളരെ നന്നായിട്ടുണ്ട്. മേക്കപ്പ് തന്നെ നമുക്കൊക്കെ അറിയാലോ, നമ്മളിലേക്കൊക്കെ ഒരു സ്കിൻ ടോൺ ആണല്ലോ, അപ്പം അങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്കിങ്ങനെ ഭയങ്കര ഒരു ഷോ ഓഫ് അങ്ങനത്തെ ഒരു ബ്രൈറ്റ്നപ്പ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ ഒരു നാച്ചുറൽ അപ്പം ആ നാച്ചുറൽ സ്പേസ് അല്ലെങ്കിൽ നാച്ചുറൽ ടോണ് പിടിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. നല്ല ഇടപെടാം. ആള് ഓൾറെഡി ടയേർഡായിട്ട് ബൂസ്റ്റിങ് അടുത്ത ആഫ്റ്റർ ഒരു 4 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള കോഫി കുടിച്ചിട്ട് ചാർജ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മുടെ ഈ കോസ്റ്റ്യൂം ഒരു വടംവലിയുടെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഒന്നും വരുമൊന്നുമില്ല, ഇവരുടെ ഔട്ട് വന്നതിന് ശേഷം വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവരുടെ ഡ്രസ്സ്, വാരിയർ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റ് സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ടല്ലേ, ഡിസൈനിങ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആളാണ് ഇവിടെ എല്ലാവർക്കും കോസ്റ്റ്യൂം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കളർ തീം എന്ത് വേണമെന്ന് ഇവിടെ അശ്വിനി പറഞ്ഞാൽ മാത്രമാണ് എല്ലാവരും എല്ലാവർക്കും വളരെ എന്താ പറയുക ഫുൾ ആക്റ്റീവായിട്ട് ഇവിടെ ചാർജ് ചെയ്യല്ലേ കൈലാസ് ബ്രോ, ചാർജ് തീരാണ്ട് നിൽക്കണ ഒരാള് ആളാണ്. കഥകളിന്റെ 2 ഷർട്ടും കൂടി ഉണ്ട്. ഞാൻ റിവീൽ ചെയ്ത് തരാം. ഇവിടെ ഷൂട്ട് കാണിക്കണം. അവിടെ കഥകളി ചെയ്യുന്ന ആളുണ്ട്. 2 പേരുടെ കോമ്പിനേഷൻ സീനാണ്. കഥകളിയുടെ ആൾ വരുന്നത് നമ്മുടെ എവിടെയാണ്, പാലക്കാട് കഴിഞ്ഞിട്ട് എടപ്പാളെന്നാണ് ആൾ വരുന്നത്, മലപ്പുറം. നിങ്ങളിപ്പോൾ കഥകളി ചെയ്യുന്ന ആളുടെ ഇത് കണ്ടില്ലേ, ഓൾമോസ്റ്റ് നല്ല ടൈം എടുത്തിട്ടാണ് അവർ മേക്ക് ഓവർ എടുത്തത്. മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റുന്നില്ല, അവർ സ്ഥിരം ചെയ്യുന്നതാണ്, അവർക്ക് ഈസിയാണ്. ബട്ട് എന്നാലും അതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് ഒരുപാട് ടൈം ആളവിടെ കിടന്ന്, കാരണം ഇരുന്നൊന്നും ചെയ്യൽ നടക്കണ കാര്യമല്ല, ആളവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. തൊട്ട് പുറകിൽ വേറൊരു ആർട്ടിസ്റ്റ്, ആള് നമ്മുടെ തൃശ്ശൂരല്ല പാലക്കാട് നിന്നാണ് ആള് വന്നത്. അപ്പോൾ മറ്റേ കൊല്ലംകോട്, പാലക്കാട് കൊല്ലംകോട് എന്നാണ് കഥകളി ആർട്ടിസ്റ്റിൻ്റെ മേക്കപ്പ് ചെയ്ത ആൾ വന്നത്. ആ ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നത് എടപ്പാളെന്ന്, മലപ്പുറം ആണെന്ന് തോന്നുന്നു, എടപ്പാൾ അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു കഷ്ടപ്പെട്ട, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യണവർക്കൊന്നും അത്ര ടഫൊന്നുമല്ല. സിമ്പിളായിട്ട്, സിമ്പിൾ എന്ന് പറയല്ല, എല്ലാത്തിനും അതിൻ്റെ ടഫുകളുണ്ട്. ബട്ട് അതിൻ്റെ അത്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവർക്കൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. ശ്രീറാം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ബ്രോക്ക് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹെയറൊക്കെ ബ്രോയുടെ നാച്ചുറൽ ആ ഒരു സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, മേക്കപ്പ് അല്ല ഹെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? വെരി നൈസ്. ലാസ്റ്റ് ഇതിനെ പോലെ തന്നെ വളരെ നൈസ് ആയിരുന്നു മേക്കപ്പും സൽസ്വഭാവയും സൽഗുണനും. അല്ല വെരി നൈസ്, നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ടൈം ഇപ്പോൾ വൈകിട്ട് 7 മണി ആവാറായി. ഷൂട്ട് ലാസ്റ്റ് കോസ്റ്റ്യൂമും കൂടിയും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഫോണും സ്പെക്സൊക്കെ ആയിട്ട് ഇവിടെ കയ്യിലോരത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ടേക്കപ്പ് പോകും, റീൽസിൻ്റെ അത് കഴിഞ്ഞിട്ട് പാക്കപ്പ്. ഇനി നാളെ
2 ദിവസത്തെ ഷൂട്ടാണ്, നാളെയും കൂടി ഉണ്ട്. ഹേമന്ത് ബ്രോ എൻ്റെ കൂടെ ഉള്ള രണ്ടാമത്തെ വർക്കാണ്. ഞാനൊരു വർക്ക് കഴിഞ്ഞ അടുത്ത ആഴ്ച പിന്നെ വിളിച്ചത്. അത്രയും കിട്ടുന്ന വർക്കാണ് നിസാമിന്റെ. ഞാൻ അന്ന് റിവ്യൂ പറഞ്ഞു തോന്നുന്നു അല്ലേ? സത്യമായിട്ട് റിവ്യൂ. കാരണം ഞാനിത് വീണ്ടും ഒരു ഞാൻ ഡിമാൻഡ് ചെയ്ത് നിസാമിന്റെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അന്നത്തെ വീട്ടിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചാണ്. അല്ല പറഞ്ഞ അന്നും നല്ല വർക്ക് ഡെഫിനറ്റ്ലി. കുറെ ആർട്ടിസ്റ്റ് ഇന്നിപ്പോ വേറെ കൈലാസ് ബ്രോയും ഒരു അഭിപ്രായം പറഞ്ഞു കൊടുത്തല്ലേ എല്ലാവരും ഉണ്ട്. 3 നേരം അഭിപ്രായം പറയാനുണ്ട്. രാവിലെ പറഞ്ഞ അഭിപ്രായത്തിൽ മാറ്റം വേണം. അല്ല ശരിക്കും നല്ല മേക്കപ്പ്. ഒരു ഫുൾ ഡേ എന്റെ മുഖം കണ്ടില്ല, ഫുൾ ഡേ മേക്കപ്പ് ഒന്നും ആയിട്ടില്ല. അങ്ങനത്തെ ഇരിക്കുന്നത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹെയർ മേക്കപ്പ് ഒക്കെ. നിസാമിന് ഭയങ്കര നല്ല ഫ്യൂച്ചർ ഉണ്ട്. എന്റെ എല്ലാ അപ്പോൾ ഓക്കെ.